വാർത്തകൾ വിശദമായി നോക്കാം. പ്രതിപക്ഷ നേതാവ് രാഹുലിനെ കുടഞ്ഞ് സുപ്രീം കോടതി. ഭാരതത്തിൻ്റെ ഭൂമി ചൈന പിടിച്ചെടുത്തെന്ന പരാമർശം നടത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കോടതി ആരാഞ്ഞു. യഥാർത്ഥ ഭാരതീയൻ ഒരിക്കലും ഇത്തരം പരാമർശം നടത്തില്ല. സമൂഹ മാധ്യമങ്ങളിലെ പ്രഹസനം അവസാനിപ്പിച്ച് പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനും കോടതി ശാസിച്ചു. രാഹുലിൻ്റെ പരാമർശങ്ങളോട് ജസ്റ്റിസ് ദീപാങ്കർ ദത്തയുടെ ബെഞ്ച് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, രാഹുൽ നേരത്തെയും രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് രാഹുലിൻ്റെ വിദേശ യാത്രകളിൽ ഭാരതത്തെ എങ്ങനെയൊക്കെ ഇകഴ്ത്തി കാണിക്കാം അങ്ങനെയൊക്കെ കൃത്യമായിട്ട് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഭാരതം ഭരിക്കുന്നവരെ മാത്രമല്ല, ഭാരതം എന്ന രാജ്യത്തെ ഇടിച്ച് താഴ്ത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ്, വിമർശനങ്ങളാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കോടതി ഇപ്പോൾ രാഹുലിനെ കുടഞ്ഞിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ ഭൂമി ചൈന പിടിച്ചെടുത്തുന്ന പരാമർശം നടത്തിയത് എന്തടിസ്ഥാനത്തിലാണ് എന്ന ശ്രദ്ധേയമായ ചോദ്യമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. കോടതിയുടെ മറ്റ് നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് ജിഷ്ണു? അൽനബീർ, അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുലിനെതിരെ ഇന്ന് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ, രാഹുൽ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശങ്ങൾ, പ്രതികരണങ്ങൾ നടത്തിയതെന്ന് തുടങ്ങി വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണവും ചോദ്യവും രാഹുലിനെതിരെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുകയുണ്ടായി. 2020 ഖാൽവൻ സംഘർഷത്തിൽ അന്ന് നമുക്കറിയാം, ചീന പട്ടാളം ഭാരതത്തിന്റെ മണ്ണിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുകയും അവിടെ ഗൂർഖ റെജിമെന്റ് ഉൾപ്പെടെ അതിശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് കനത്ത മറുപടി ചൈനീസ് പട്ടാളത്തിന് നൽകുകയും അവരെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് തുരത്തി ഓടിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഭാരത് ഛോഡോ യാത്രയിൽ ഭാരതത്തിന്റെ 200 പ്രതിപക്ഷ നേതാവ് രാഹുലിനെ കുടഞ്ഞ് സുപ്രീം കോടതി. ഭാരതത്തിൻ്റെ ഭൂമി ചൈന പിടിച്ചെടുത്തെന്ന പരാമർശം നടത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. യഥാർത്ഥ ഭാരതീയൻ ഒരിക്കലും ഇത്തരം പരാമർശം നടത്തില്ല. സമൂഹ മാധ്യമങ്ങളിലെ പ്രഹസനം അവസാനിപ്പിച്ച് പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനും രാഹുൽ തയ്യാറാകണം എന്ന് കോടതി. ജിഷു, തുടരാം. അൽനബീർ, അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് രാഹുലിനെതിരെ സുപ്രീം കോടതി ഉന്നയിച്ചിട്ടുള്ളത്. ഖാൽവനിൽ ചൈന ഭാരതത്തിൻ്റെ 2000 കിലോമീറ്റർ ഭൂമി പിടിച്ചെടുത്തു എന്ന പ്രസ്താവനയായിരുന്നു രാഹുൽ ഭാരത് ഛോഡോ യാത്രയ്ക്കിടെ നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലെത്തിയിട്ടുള്ളത്. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഈ കേസ് പരിഗണിക്കുകയും എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവിടെ പോയിരുന്നു, അല്ലെങ്കിൽ എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രസ്താവന രാഹുൽ നടത്തിയതെന്ന ചോദ്യമാണ് രാഹുലിന് വേണ്ടി ഹാജരായിട്ടുള്ള മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയോട് സുപ്രീം കോടതി ബെഞ്ച് ഉന്നയിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ പരാമർശങ്ങൾ എങ്ങനെ നടത്താൻ സാധിക്കുന്നു? ഒരു യഥാർത്ഥ ഭാരതീയന് ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ സാധിക്കില്ല എന്ന നിരീക്ഷണവും പരാമർശവുമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ മനു അഭിഷേക് സിംഗ്വി ചില വാദങ്ങൾ മുൻപോട്ട് വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അതിനും രൂക്ഷമായിട്ടുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. സോഷ്യൽ മീഡിയയിലെയും പ്രസ്സിലെ, അതായത് മീഡിയയിലൂടെയും പ്രതികരണത്തിനപ്പുറത്തേക്ക് ഇത്തരം വിഷയങ്ങളിൽ ആധികാരികമായിട്ടുള്ള വസ്തുതകൾ വേണമെങ്കിൽ നിങ്ങൾ പാർലമെന്റിനകത്ത് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ തേടുകയും ചെയ്യണം. അതല്ലാതെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ഗുരുതരമായിട്ടുള്ള പ്രസ്താവന രാഹുൽ നടത്തിയതെന്ന ചോദ്യമാണ് സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ളത്. 2020 ഖാൽവൻ സംഘർഷം നമുക്കറിയാം. അവിടെ അന്ന് ചൈന ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചെങ്കിലും ഗൂർഖ റെജിമെന്റ് അതിശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തുകൊണ്ട് ചീന പട്ടാളത്തെ ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് തുരത്തി ഓടിച്ചിരുന്നു. അത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള പ്രതികരണം രാജ്യത്തിൻ്റെ സൈനിക വൃത്തങ്ങളും പ്രതിരോധ മന്ത്രിയും വിദേശകാര്യമന്ത്രിയും രാജ്യത്തിന് മുൻപിൽ വെച്ചതാണ്. അതായത് ചൈന ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് അരുണാചൽ പ്രദേശ് അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിന് അതിശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ചീന പട്ടാളത്തെ
ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്ന് തുരത്തി ഓടിച്ചിട്ടുണ്ട്. ഭാരതത്തിൻ്റെ അതിർത്തികൾ സുരക്ഷിതമാണ് എന്ന് സൈന്യവും ഭാരതത്തിൻ്റെ ഭരണ നേതൃത്വവും വ്യക്തമാക്കിയെങ്കിലും അതൊന്നും വിശ്വാസത്തിലെടുക്കാതെ അവിടെ അതിർത്തിയിൽ 2000 കിലോമീറ്റർ ഭൂമി ചൈന പിടിച്ചെടുത്തു എന്ന നിരുത്തരവാദിത്തപരമായ പ്രസ്താവനയായിരുന്നു രാഹുൽ നടത്തിയത്. ഇത് ആദ്യമായിട്ടല്ല. അനിൽ നമ്പ്യാർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പ്രസ്താവനകൾ രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടല്ല. മുൻപ് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ അതിന് തെളിവ് ചോദിച്ചുകൊണ്ട് സൈന്യത്തെയും അപമാനിച്ച പ്രസ്താവനകൾ രാഹുലിന്റെയും ചില കോൺഗ്രസ് നേതാക്കളുടെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കൊറോണ എന്ന മഹാമാരി പ്രതിസന്ധിയിലൂടെ രാജ്യം കടന്നുപോകുമ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കാതെ രാജ്യത്തെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന ചോദ്യങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ കാലഘട്ടത്തിൽ ഈ നിമിഷങ്ങളിൽ നമുക്ക് മുൻപിലുള്ള കാര്യങ്ങളാണ്. അതിൽ പോലും രാജ്യത്തിൻ്റെ സൈന്യത്തെയും ഭാരതമെന്ന നമ്മുടെ രാജ്യത്തെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രസ്താവനകൾ മുൻപ് അമേരിക്കയിലെയും UK-യിലെയും എല്ലാം വേദികളിരുന്നു കൊണ്ട് ഭാരതത്തിൻ്റെ ജനാധിപത്യം പൂർണ്ണമായും തകർന്നു എന്ന പ്രസ്താവനകൾ രാഹുൽ നടത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു പ്രസ്താവനയായിരുന്നു രാഹുലിന് ഗാൽവൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. പക്ഷേ സുപ്രീം കോടതി അതിനെ ഏറെ ഗൗരവത്തോടു കൂടി കാണുകയും വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും വിമർശനം എന്നതിനപ്പുറത്തേക്ക് അതീവ ഗുരുതരമായ വിമർശനം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. രാഹുൽ ഇന്ന് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് കോടതി തന്നെ പറഞ്ഞത് ഒരു യഥാർത്ഥ ഭാരതീയന് ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താൻ സാധിക്കില്ല. ഗാൽവനിൽ ഭാരതത്തിന്റെ ഭൂമി ചൈന പിടിച്ചെടുത്തു എന്ന പ്രസ്താവന എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നടത്തിയത്, നിങ്ങൾ അവിടെ പോയിരുന്നു എന്ന ചോദ്യമാണ് രാഹുലിനോട് സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. പ്രതിപക്ഷ നേതാവ് രാഹുലിനെ കുടഞ്ഞ് സുപ്രീം കോടതി ഭൂരതത്തിൻ്റെ ഭൂമി ചൈന പിടിച്ചെടുത്തെന്ന പരാമർശം നടത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കോടതി ആരാഞ്ഞു. യഥാർത്ഥ ഭാരതീയൻ ഒരിക്കലും ഇത്തരം പരാമർശം നടത്തില്ല. സമൂഹ മാധ്യമങ്ങളിലെ പ്രഹസനം അവസാനിപ്പിച്ച് പാർലമെൻറ്റ് ചോദ്യങ്ങൾ ഉന്നയിക്കാനും കോടതി രാഹുലിനെ ശാസിച്ചു. ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.